ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്നത് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എഡ്സൽ ബേബി പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, അപ്പം അതിനൊരു പരിധിയുണ്ടല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്ന് പറഞ്ഞ പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ളതാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞു, ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. അല്ല, ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ, നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ അതെ, ഫോണിൽ വിളിച്ചിട്ടാണ്. അതെ അതോട്ട് വരാൻ പറയാം. അല്ല, എനിക്കൊന്ന് നരിവേട്ട സിനിമയുടെ പോസ്റ്റ് അത് നല്ല സിനിമയാണെന്നത് വിപിന്റെ ഞാൻ വർക്ക് ചെയ്യുന്ന അതെ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത്. ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു പെയ്ഡ് മാനേജർ അല്ല. ഞാൻ PR കൺസൾട്ടന്റ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വർക്ക് ചെയ്യുന്നു. ഞാൻ 500 പരം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിയാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞു, ഇതിനടുത്ത് പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് പുള്ളിയുടെ ഉള്ള പ്രശ്നമാണ്, അത് എന്റെ പ്രശ്നമല്ല. അല്ല, അതൊക്കെ ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് വഴി അവർ പറയും. അതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമുണ്ട്. എനിക്ക് കൂടുതൽ ഞാൻ FEFCയിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാ സംഘടനയിലും പരാതി കൊടുത്തിട്ടുണ്ട്. അതെ പാർക്കിങ്ങിലേക്ക്, ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് മർദ്ദിക്കുക. അതെ എനിക്കറിയില്ല, ഉണ്ടാവും, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. എനിക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്ന് ഇന്റിമേഷൻ ഒക്കെ പോയായിരുന്നു. അവിടുന്ന് ഇന്റിമേഷൻ പോയായിരുന്നു. പോയിട്ടുണ്ടാവില്ല. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. നേരിട്ട് ഒന്ന് പരാതിപ്പെടുകയായിരുന്നു. ഈ മർദ്ദനം എങ്ങനെയാണ് മർദ്ദിച്ചത്? എന്തെങ്കിലും ആയുധം വെച്ചാണോ? അല്ല, ആയുധമൊന്നും ഇല്ലായിരുന്നു, അല്ലാതെ മർദ്ദിക്കായിരുന്നു. കൈകൊണ്ട്? അതെ ഞാൻ പിന്നെ അത് എസ്കേപ്പായി മാറുമായിരുന്നു. താങ്കൾ ഒരു കണ്ണടയൊക്കെ ചവിട്ടിപ്പൊട്ടിച്ചു? അതെ ഏതാണ്? എന്റെ ഒരു കണ്ണടിയൊക്കെ ചവിട്ടിപ്പൊട്ടിച്ചു. അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് തന്ന കണ്ണടി. ഏത് താരമാണ് അത്? ഇല്ല, ഞാൻ എന്നെ വിളിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ പിന്നെ സംസാരിക്കാം. എനിക്ക് തീരെ വയ്യ. ഞാൻ രാവിലെ ഇറങ്ങിയാണ്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നടൻ ഉണ്ണി മുകുന്ദന്റെ മാനേജർ വിപിൻ കുമാറിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചുവെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാനേജർ വിപിൻ കുമാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ഇൻഫോ പാർക്ക് പോലീസ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തു. ഇവർ തമ്മിലുള്ള, അതായത് ഉണ്ണി മുകുന്ദനും മാനേജറും തമ്മിലുള്ള ഏറെ നാളായിട്ടുള്ള പ്രശ്നങ്ങൾ ആണ് ഈ ആക്രമണത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റിലെത്തി മർദ്ദിച്ചുവെന്നാണ് വിപിൻ കുമാർ പരാതി നൽകിയത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസിന്റെ നടപടി. ടൊവിനോ തോമസ് നായകനായ നരിവേട്ടയെ പ്രശംസിച്ചതാണ് മർദ്ദനത്തിന് കാരണമെന്ന് വിപിൻ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ സംഘടനകളും ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഈ വിപിൻ കുമാറും ഉണ്ണി മുകുന്ദനും തമ്മിൽ കുറച്ച് നാളുകളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഏറ്റവും ഒടുവിൽ ടൊവിനോ തോമസ് നായകനായ നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഉണ്ണി മുകുന്ദൻ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് വിപിന്റെ പരാതിയിലുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. സിനിമാ സംഘടനകൾക്കും താൻ പരാതി നൽകിയെന്ന് വിപിൻ പറയുന്നു. ഈ വിഷയത്തിൽ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിട്ടുണ്ടോ? ഉണ്ണി മുകുന്ദൻ ഇതിനോട് എന്താണ് പ്രതികരിച്ചിരിക്കുന്നത്? വിപിനും ഉണ്ണിമുകുന്ദനും തമ്മിൽ 6 വർഷത്തെ ബന്ധമാണ്. ഇതിൽ നമുക്ക് വ്യക്തിപരമായി തന്നെ ഉണ്ണിമുകുന്ദനെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി അല്ലെങ്കിൽ അഭിമുഖത്തിനൊക്കെ ബന്ധപ്പെടുന്നത് ഈ വിപിൻ വഴിയാണ്. വിപിനാണ് അത്രയും അടുത്ത എല്ലാ കാര്യങ്ങളും, ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഉണ്ണിമുകുന്ദന്റെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം നമ്മൾ ബന്ധപ്പെടുന്നത് വിപിനെയാണ്. ഒപ്പം ഉണ്ണിമുകുന്ദൻ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ വേദികളിലും വിപിനെയും നമ്മൾ കാണാറുണ്ട്. ഈ ഒടുക്കം ലൂസിഫർ അടക്കമുള്ള ചിത്രങ്ങളെ, ഉണ്ണിമുകുന്ദന്റെ മാത്രമല്ല പൃഥ്വിരാജിന്റെയും ടൊവിനോന്റെയും ഒക്കെ സിനിമയുടെ ഭാഗമാകുന്ന ഒരു PR കമ്പനിയിൽ കൂടി വർക്ക് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് വിപിൻ. അങ്ങനെ ലൂസിഫറിലും ഈ വിപിൻ
പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇവർ ഇത്രയും അടുത്ത ബന്ധത്തിൽ തന്നെയാണ്. പക്ഷേ കുറച്ച് നാളുകളായി തന്നെ ഉണ്ണിമുകുന്ദനും വിപിനും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് ഇവരുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ പറയുന്നത്. വിപിൻ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇൻഫോ പാർക്ക് പോലീസിനെത്തി പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് ഉണ്ണിമുകുന്ദൻ ഈ നരിവേട്ട എന്ന സിനിമ, ടൊവിനോ തോമസ് അഭിനയിച്ച നരിവേട്ട എന്ന സിനിമ അത് കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. ആ സിനിമ കണ്ട് ആ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനുശേഷം ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി കാക്കനാട്ടത്തെ വിപിന്റെ ഫ്ളാറ്റിലേക്ക് ഉണ്ണിമുകുന്ദൻ വരികയും പാർക്കിങ്ങിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് വിപിൻ അവിടെ എത്തി ഇവർ തമ്മിൽ സംസാരിക്കുകയും എന്തിനാണ് ടൊവിനോന്റെ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യം കരണത്തടിക്കുകയും പിന്നീട് അശ്ലീലം പറയുകയും ശേഷം വീണ്ടും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചു നിർത്തി വീണ്ടും കരണത്തടിച്ചു മർദ്ദിച്ചു എന്നാണ് വിപിൻ പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ടൊവിനോ തോമസ് തന്നെ സമ്മാനമായി നൽകിയ കൂളിംഗ് ഗ്ലാസ് ആണ് ഈ ഉണ്ണിമുകുന്ദൻ ചവിട്ടിപ്പൊട്ടിച്ചതെന്ന് കൂടിയാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ മർദ്ദിക്കുക, ബലപ്രയോഗം നടത്തുക, അസഭ്യം പറയുക എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇങ്ങനെ മർദ്ദനത്തിന് ശേഷം ഉണ്ണിമുകുന്ദൻ പോവുകയും ചെയ്തു. ഉണ്ണിമുകുന്ദനോടൊപ്പം മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. മേപ്പടിയാൻ, ഉണ്ണിമുകുന്ദന്റെ തന്നെ മേപ്പടിയാൻ എന്നൊരു സിനിമയുടെ സംവിധായകൻ വിഷ്ണുവും ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വിപിൻ പറയുന്നത് പ്രകാരം തന്റെ ഫ്ളാറ്റിലെ ഈ പാർക്കിങ്ങിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാൽ ഉണ്ണിമുകുന്ദൻ തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇതെല്ലാം പോലീസിന് മുന്നിൽ നൽകുമെന്നാണ് വിപിൻ പറയുന്നത്. വിപിന്റെ മൊഴി ഇന്നലെ വിശദമായി എടുത്തതിന് ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇൻഫോ പാർക്ക് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ഈ ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പക്ഷേ വലിയ രീതിയിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മർദ്ദനങ്ങളൊന്നും തന്നെ വിപിന്റെ ശരീരത്ത് ഉണ്ടായിട്ടില്ല എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുൻപ് ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്, വേണ്ട തെളിവുകളൊക്കെ ശേഖരിക്കേണ്ടതുണ്ടെന്നാണ് ഇൻഫോ പാർക്ക് SHO വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ ഉണ്ണിമുകുന്ദൻ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നോ അല്ലെങ്കിൽ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ ഉണ്ണിമുകുന്ദന് അടുത്ത് നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഉണ്ണിമുകുന്ദനും വിപിനും തമ്മിൽ കുറച്ചധികം നാളുകളായി പ്രശ്നമുണ്ടായിരുന്നു. അതിൽ വിപിനെ പലപ്പോഴും വിപിൻ ഈ ഉണ്ണിമുകുന്ദനെ മോശപ്പെടുത്തുന്ന രീതിയിലൊക്കെ പല സഹപ്രവർത്തകരോടും പറയുമായിരുന്നു. ഒപ്പം ഒരു പെൺകുട്ടിയോട്, സിനിമാ മേഖലയിൽ ഉള്ള ഒരു പെൺകുട്ടിയോട് പോലും ഉണ്ണിമുകുന്ദനെ പറ്റി മോശം ചില കാര്യങ്ങൾ വിപിൻ പറഞ്ഞിരുന്നു. അത് ഉണ്ണിമുകുന്ദൻ അറിയുകയും ഈ മേപ്പടിയാൻ സിനിമയുടെ സംവിധായകനോട് ഉണ്ണിമുകുന്ദൻ ഈ കാര്യം പറയുകയും ചെയ്തു. ആ വിഷ്ണു എന്ന് പറയുന്ന സംവിധായകനോട് പോലും വിപിൻ മോശമായിട്ട് ഉണ്ണിമുകുന്ദനെ പറ്റി സംസാരിച്ചു എന്നുകൂടി ഈ വിഷ്ണു ഉണ്ണിമുകുന്ദനോട് പറയുകയും ചെയ്തു. ഇതിന്റെയൊക്കെ ഒരു ദേഷ്യത്തിൽ കൂടിയാണ് ഇത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നത്. പക്ഷേ വിപിൻ പറയുന്നത് പ്രകാരം തരത്തിലുള്ള ഒരു മർദ്ദനമൊന്നും ഉണ്ണിമുകുന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതോടൊപ്പം മറ്റൊരു എന്താണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നം? ഈ വിപിനും മാനേജർ വിപിനും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള പ്രശ്നം. കാരണം 6 വർഷമായി കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ വിപിൻ. നവമി, ഈ ഉണ്ണി മുകുന്ദൻ തന്റെ അടുപ്പമുള്ള ചിലരോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് വിപിന്റെ കണ്ണട പൊട്ടിച്ചു എന്നത് സത്യമാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷെ ഇത്തരം ഒരു സംഭവം, ഒരു ആക്രമണം, ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ തന്റെ സുഹൃത്തായിട്ടുള്ള, നേരത്തെ നവമി സൂചിപ്പിച്ച പോലെ സംവിധായകൻ വിഷ്ണു ഉണ്ണിത്താനോട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അയാൾ സാക്ഷിയായിട്ടുണ്ടായിരുന്നു, ആ സമയത്തുണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ണിമുകുന്ദൻ ചില അടുപ്പക്കാരോട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസിന്റെ നടപടി എന്തായിരിക്കും? കാരണം ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന ഫ്ളാറ്റിൽ പോലീസിന്റെ പരിശോധന ഉടൻ തന്നെ ഉണ്ടാകുമോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പോലീസ് പറയുന്നത് പ്രകാരം ഇത് ആദ്യം തെളിവുകൾ ശേഖരിക്കണം. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുമ്പോൾ ആദ്യം അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഈ ഫ്ളാറ്റിലെത്തി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കുക എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ ആദ്യഘട്ടം എന്നോണം CCTV ദൃശ്യങ്ങൾ, ഒപ്പം വിപിനുമായി ആ സംഭവ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വിഷ്ണു ഉണ്ണിത്താനെ കൂടി വിശദമായി മൊഴിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഘട്ടത്തിലേക്ക് കടന്നതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് ഇൻഫോ പാർക്ക് SHO വ്യക്തമാക്കിയത്.
ഈ സിനിമാ മേഖലയിലേക്ക് ഫെഫ്കയിലും അമ്മയിലും പരാതി നൽകിയിട്ടുണ്ട് വിപിൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ഈ പരാതി പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ ഒരു വിശദീകരണം ആവശ്യപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ണിമുകുന്ദനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുകൂടി അമ്മ സംഘടനയിലുള്ള അംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഫെഫ്കയുമായി ബന്ധപ്പെടുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത് ഈ പരാതി ലഭിച്ചിട്ടുണ്ട്, ഇത് വിശദമായി സംഘടന പരിശോധിക്കുകയാണ്, അതിനുശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കും. വിപിൻ ഫെഫ്കയിലെ കൂടി അംഗമാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം ഉണ്ണിമുകുന്ദന്റെ കൂടി വിശദീകരണം ആവശ്യമുണ്ടെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത്. ഉണ്ണിമുകുന്ദൻ പ്രത്യേകിച്ച് മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം വലിയൊരു താരപരിവേഷം കിട്ടിയതാണ്. പക്ഷെ അതിന് മുൻപ് പലപ്പോഴും വിവാദ നായകനായിട്ടുണ്ട്. സ്ത്രീ വിഷയത്തിലടക്കം ഉണ്ണിമുകുന്ദന്റെ പേര് ഉയർന്നു വന്നിട്ടുള്ളതാണ്, കേസുണ്ടായിട്ടുള്ളതാണ്, പിന്നീട് അത് ഒത്തുതീർപ്പായതാണ്. ഇവിടെയും ഇതൊരു വേറൊരു തരത്തിലുള്ള, അതായത് ക്രിമിനൽ കേസാണ്. ഈ കൃത്യമായ തെളിവ് ലഭിച്ചാൽ, അതായത് ഉണ്ണിമുകുന്ദൻ മാനേജറെ മർദ്ദിച്ചുവെന്ന് ബോധ്യമായാൽ, പോലീസ് നടപടി സ്വീകരിച്ചാൽ ഈ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇതിൽ വിപിൻ പറയുന്ന കാര്യം, ഈ മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം അടുത്തിറങ്ങിയ ഉണ്ണിമുകുന്ദന്റെ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. അത് വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ വിജയം കണ്ടില്ല. ഒപ്പം ഉണ്ണിമുകുന്ദന് വേണ്ട രീതിയിലുള്ള ചിത്രങ്ങളൊന്നും തന്നെ അടുത്തിടയ്ക്ക് വന്നിട്ടില്ല, ഒന്നും കമ്മിറ്റ് ആയിട്ടില്ല. അതോടൊപ്പം ഈ ഗോകുലം ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് ഉണ്ണിമുകുന്ദൻ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന ഒരു സിനിമയുടെ അതിന്റെ ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഗോകുലം ഗ്രൂപ്പ് ഈ ഒരു സിനിമ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ ഒക്കെ ഒരു നിരാശയും ഫ്രസ്ട്രേഷനും ഉണ്ണിമുകുന്ദൻ ഉണ്ടായിരുന്നു എന്നാണ് വിപിൻ പറയുന്നത്. ഉണ്ണിമുകുന്ദനോടൊപ്പം ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ മാനേജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഉണ്ണിമുകുന്ദന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉണ്ണിമുകുന്ദൻ ഇത്തരത്തിലുള്ള ഒരു പ്രഷർ, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ ഫ്രസ്ട്രേഷൻ അവരിലൊക്കെ തീർക്കുമായിരുന്നു എന്നുകൂടി വിപിൻ പറയുന്നുണ്ട്. പക്ഷേ മറ്റ് ആളുകൾ ആരും തന്നെ, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ കീഴിലുള്ള പ്രവർത്തിച്ചവരാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുകയാണ്. കൃത്യമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമെന്നാണ് വ്യക്തമാകുന്നത്. സിനിമാ സംഘടനകളും ഇപ്പോൾ ഈ വിഷയം പരിശോധിക്കുന്നുണ്ട്. ഈ അമ്മ സംഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇവരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു സിനിമാ സെറ്റിൽ നടക്കുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമല്ല, ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉടനടി ഒരു ഉണ്ണിമുകുന്ദനെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയില്ല. പകരം ഉണ്ണിമുകുന്ദന്റെ വിശദീകരണം ആവശ്യമുണ്ട്. ഈ പരാതി അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക എന്നാണ് ഈ സിനിമാ സംഘടനയുടെ അടക്കമുള്ളവർ പറയുന്നത്. പക്ഷെ അമ്മ സംഘടനയെ സംബന്ധിച്ച് കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ഉണ്ണിമുകുന്ദനെതിരെ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന അയാളുടെ തന്നെ മാനേജറാണ്. സംഭവത്തിൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്.